നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 4 ബുധനാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഇന്നുണ്ടായേക്കാം. മാനസികാരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട സമയമാണിത്. ഓരോ ചുവടും അതീവ ജാഗ്രതയോടെ വെക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബാംഗങ്ങളുമായോ ബന്ധുക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കലഹങ്ങൾക്കും സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുടെയോ സന്താനങ്ങളുടെയോ ആരോഗ്യകാര്യത്തിൽ ആശങ്കകൾ ഉണ്ടായേക്കാം. ഉറക്കക്കുറവും ചെറിയ മനവും വിഷമവും അലട്ടാൻ ഇടയുണ്ട്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ വിജയവും പ്രശസ്തിയും തേടിയെത്തുന്ന ശുഭദിനമാണിത്. ശത്രുക്കളുടെ നീക്കങ്ങളെ പരാജയപ്പെടുത്താനും നിയമപരമായ തർക്കങ്ങളിൽ വിജയിക്കാനും സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സാമ്പത്തിക ലാഭവും ഭക്ഷണസുഖവും കൈവരിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വ്യക്തിബന്ധങ്ങളിലെ പാളിച്ചകൾ കുടുംബത്തിലെ അസ്വസ്ഥതയെ ബാധിക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ശാരീരികമായ തളർച്ചയോ രോഗാതി ദുരിതങ്ങളോ അലട്ടാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത കരുതൽ ആവശ്യമാണ്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സംസാരത്തിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കാനിടയുണ്ട്. തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അപ്രതീക്ഷിതമായ ധനലാഭം ഇന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു പോസിറ്റീവ് ഘടകമാണ്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കുടുംബത്തിലോ ബന്ധുക്കൾക്കിടയിലോ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽപരമായ പരാജയമോ മനോവിഷമമോ ഉണ്ടായേക്കാം. പ്രിയപ്പെട്ടവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. നല്ല സുഹൃത്തുക്കളെ ലഭിക്കാനും ബന്ധുക്കളിൽ നിന്ന് അപ്രതീക്ഷിത സാമ്പത്തിക സഹായം ലഭിക്കാനും യോഗമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും അനുഭവപ്പെടും. പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കുന്ന അനുകൂലമായ ദിനമാണിത്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും സാധിക്കും. വിശേഷപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട്. തൊഴിൽ വിജയവും ധനനേട്ടവും മനസ്സിന് വലിയ സന്തോഷം നൽകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ ചെറിയ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉടലെടുത്തേക്കാം. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടസാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. വാതരോഗമുള്ളവർ ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ കാണിക്കരുത്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ജീവിത പങ്കാളിയുമായോ മക്കളുമായോ കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തൊഴിൽ തടസ്സങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗപീഠകൾ എന്നിവ അലട്ടിയേക്കാം. മനസ്സമാധാനം നിലനിർത്താൻ ഈശ്വരചിന്തയോടെ മുന്നോട്ടു പോകുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സ്ഥാനക്കയറ്റവും ആരോഗ്യവർദ്ധനവും ലഭിക്കുന്ന മികച്ച ദിവസമായിരിക്കുമെന്ന്. ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തിക ലാഭവും തേടിയെത്തും. ശത്രുക്കളായിരുന്നവർ മിത്രങ്ങളായി മാറുന്നത് വലിയ ആശ്വാസം നൽകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലോ മറ്റ് ക്ലേശങ്ങളിലോ വിഷമം അനുഭവപ്പെടാം. വാഹനം ഉപയോഗിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ഉദരവാത രോഗങ്ങൾ അലട്ടാനും സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാനും ഇടയുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.